സെപ്റ്റിക് ടാങ്കിലെ മലത്തിൽ കൈയിട്ട് വാരി 50,000 രൂപ ഒപ്പിക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പിയെ വിജിലൻസ് സംഘം ഓടിച്ചിട്ട് പിടികൂടി. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വിടാതെയാണ് ഓടിച്ചിട്ട് പിടികൂടിയത്. കാണാം അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ നിമിഷങ്ങൾ. കണ്ടില്ലേ, ഡിവൈഎസ്പി ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പവർ, എന്താണ് അധികാരം, ന്യായമായ ശമ്പളം, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ വാരി വലിച്ച് കയ്യിൽ മൊത്തം വാരുന്നത് കൂടാതെ സെപ്റ്റിക് ടാങ്കിലും കൈയിട്ട് വാരേണ്ട വല്ല കാര്യമുണ്ടോ? സെപ്റ്റിക് ടാങ്കിൽ കൈയിട്ട് വാരുന്നത് ചിലർക്കൊരു വലിയ കോളാണിപ്പോൾ. കാരണം നമ്മുടെ മഹത്തായ മനോഹര സുന്ദര സുരഭിലമായ കേരളത്തിൽ ഇവിടെ സെപ്റ്റേജ് ട്രീറ്റ് ചെയ്യാൻ ഒരു സംവിധാനമില്ല. 25% പോലും ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ സ്ഥലമുള്ളവർ അത് വൃത്തിയാക്കുമ്പോൾ കോഴി പറമ്പിലൊക്കെ ഒഴിക്കുമെങ്കിലും നഗരപ്രദേശങ്ങളിലും ടൗൺഷിപ്പുകളിലും ഇത് വലിയ പാടാണ്. അപ്പോൾ കുടിവെള്ളം എന്നൊക്കെ പറയുന്ന ടാങ്കർ ലോറിയുമായി വന്ന് ഇത് വലിച്ചുകൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ ഒഴുക്കിക്കളയുകയാണ്. ഇങ്ങനെ ഒഴുക്കിക്കളയുന്നതിനാണ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കുന്നവരിൽ നിന്ന് ഈ കാശ് പിരിക്കുന്നത്. ചില വകുപ്പുകളിൽ ചില ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇരുന്നാൽ അഴിമതിയോട് വളരെ കർശന നിലപാടുള്ള വിരോധം ഇല്ലെങ്കിൽ ന്യായമായി കിട്ടേണ്ടതെല്ലാം കിട്ടും. നമ്മൾ സാധാരണ ചീട്ട് കളിക്കുമ്പോൾ മര്യാദ എന്ന് പറയുന്നത് പോലെ മര്യാദ തുക ആരെയും വിഷമിപ്പിക്കാതെ കിട്ടും. എന്നാൽ മര്യാദയും അപമര്യാദയും കഴിഞ്ഞ് അതിനേക്കാളും കൂടുതൽ മുക്കണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം ഇപ്പോഴത്തെ ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിവെച്ച പദ്ധതിയിൽ കുടുങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം ഇതുപോലെയുള്ള കക്കൂസ് മാലിന്യമായിരുന്നത്രേ. കൊല്ലക്കാരനാണ് പുള്ളി, ചേർത്തലയിലോട്ട് പോയതാണ്. സാധാരണ ഏത് തൊഴിലിലും എവിടെങ്കിലും ചെന്നാൽ കുറച്ച് സമയമെടുക്കും അവിടെ സെറ്റാവാൻ. പക്ഷേ കാശ് വാങ്ങിപ്പിന് നല്ല കലാകാരനാണെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. പോകുന്ന വഴിക്കേ കൈ പുറത്തിട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ ചെന്നങ്ങ് വാങ്ങിച്ച് തുടങ്ങിയാൽ മതി. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ മാന്യമായി അതിൻ്റെ വരുമാനം കൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് വേറെ തൊഴിൽ നോക്കണം, കച്ചവടം നോക്കണം. അതിന് പകരം കസേരയിൽ കയറിയിരുന്ന് ഇത് വാങ്ങിച്ച് തിന്നാൽ മരിക്കുന്നതിന് തുല്യമല്ലേ? ആരോടെങ്കിലും അഭിമാനത്തോടെ ചെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറയാൻ കഴിയുമോ? അഴിമതിപ്പണം തിന്ന് സസ്പെൻഷൻ വാങ്ങിച്ച് അല്ലെങ്കിൽ ഡിസ്മിസൽ വാങ്ങിച്ച് ഷെഡിൽ കയറി ജയിലിലും കിടന്നു കഴിഞ്ഞിറങ്ങി പിന്നീട് അഭിമാനബോധം പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അറിയാതെ സംഭവിക്കുന്ന അപകടമോ അറിയാതെ പിടിപെടുന്ന രോഗമോ ഒന്നും അല്ലല്ലോ. നല്ല ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും ഈ മുതലിനോട് ആഗ്രഹം തോന്നി അത് സെപ്റ്റിക് ടാങ്കിൽ നിന്നായാലും കുഴപ്പമില്ല എന്ന് കരുതി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെ കുടുങ്ങുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സീറോ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എത്ര പേർ കുടുങ്ങും എന്നൊന്നും അറിയില്ല. ഇപ്പോഴും എത്രയോ വകുപ്പുകളിലാണ് ഫീസ് അടയ്ക്കുന്നത് പോലെ വീതം വാങ്ങിച്ച് പങ്കുവെക്കുന്നത്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് രജിസ്ട്രേഷൻ വകുപ്പിലാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അവിടുത്തെ പ്രമാണം എഴുതുന്നവരും അല്ലാത്തവരുമായ എല്ലാ ആളുകളും കൂടി ചേർന്ന് എന്തോ ഫീസ് വാങ്ങുന്നത് പോലെയാണ് ഇത്ര 1000 രൂപ എന്ന് പറഞ്ഞ് വാങ്ങി കൊടുക്കുമോ കൊടുക്കത്തില്ലയോ എന്നുള്ളതല്ല, അത് വീതം വെച്ച് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ എഴുതി വെക്കണം, ഈ അടയ്ക്കുന്ന ഫീസല്ലാതെ 10 പൈസയും ആർക്കും കൊടുക്കരുതെന്ന്. അതാരും എഴുതത്തില്ല. വളരെ മാന്യമായി വർത്തമാനമൊക്കെ പറഞ്ഞ് കറുത്ത കണ്ണാടിയിലൂടെ നോക്കി പേപ്പറിലൊക്കെ ഒപ്പിടിച്ചിട്ട് പുറം കൈയിലൂടെ ഇത് വാങ്ങി തിന്നാൽ സ്വന്തം ശരീരത്തിനും ഗുണം ചെയ്യില്ല, തലമുറകൾക്കും ഗുണം ചെയ്യില്ല. തർക്കമൊന്നുമില്ല. കാരണം ഇത് അനർഹമായ ഈ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് പോലെ തന്നെ വാരി തിന്നുന്നതാണ്. അത് ഭക്ഷിക്കാൻ യോഗ്യമായതല്ല.